വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം മാവൂരിലെ നിർദ്ദിഷ്ട ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. നിലവിലെ പ്രവൃത്തികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിലെ അവസാനഘട്ട പ്രവൃത്തിയിൽ ഗ്യാരേജിൽ വെളിച്ചം സംവിധാനമൊരുക്കൽ മാത്രമാണ് ശേഷിക്കുന്നത്. ഒരാഴ്ചക്കകം ഈ പ്രവൃത്തി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്ന് വെള്ളിമാടുകുന്ന് സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസ് പറഞ്ഞു. അവസാനഘട്ട പ്രവൃത്തികൾ വിലയിരുത്താൻ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഫയർ ഉദ്യോഗസ്ഥർ മാവൂരിൽ പരിശോധന നടത്തി. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന് സമീപമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാസിം അധികൃതർക്ക് ഉദ്യോഗസ്ഥർ കത്ത് നൽകിയിട്ടുണ്ട്. ഫയർ സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങാൻ ആവശ്യമായ ജീവനക്കാരെയും ഫയർ എഞ്ചിനുകളും അനുവദിക്കുന്നതിനുള്ള കത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു. നിലവിലെ നിർമ്മാണ പ്രവൃത്തികളിൽ തൃപ്തി അറിയിച്ച സംഘം ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അറിയിച്ചു. വൈദ്യുതീകരണം, ജലസംഭരണി സ്ഥാപിക്കൽ, വാട്ടർ കണക്ഷൻ ലഭ്യമാക്കൽ, ഗാരേജിലേക്ക് റാമ്പ് ഒരുക്കൽ, ഫിനിഷിംഗ് ജോലികൾ തുടങ്ങിയവയാണ് അവസാനഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി നടത്തിയത്. PTA റഹീം MLA 3 ഘട്ടങ്ങളിലായി അനുവദിച്ച 40 ലക്ഷം, മാവൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വരൂപിച്ച് നൽകിയ 2.84 ലക്ഷം എന്നിവ ചെലവിട്ടാണ് കൂളിമാട് റോഡിൽ ഹെൽത്ത് സെൻ്ററിന് സമീപം ഫയർ സ്റ്റേഷൻ സജ്ജമാകുന്നത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷജിൽ കുമാർ, ഫയർമാൻ സതീഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമിതി അംഗം നാസർ മാവൂരൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.